ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളിങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ 3 മുട്ടയിലേക്ക് ഒരു 2-3 ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര. ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിനുള്ള അളവ് ഞാൻ ഈ ഒരു കപ്പിനാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് പഞ്ചസാര ഞാൻ എടുത്ത് ഇപ്പോൾ നല്ലോണം ഈ ബീറ്റർ വെച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാം. നല്ല സ്പീഡിൽ വേണം നമ്മളിത് കറക്കി കൊടുക്കാൻ. അപ്പോൾ കറക്കി നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരണം. അപ്പം ഞാൻ അത് കാണിക്കാം. മൈദ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ മിൽമയുടെ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ മിൽമയുടെ നെയ്ക്ക്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അതുപോലെ ഈ ഒരു സ്പൂണിന് ഈ തവിക്ക് 2 തവി ഞാൻ മൈദയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തു. നല്ലപോലെ നമുക്ക് ബീറ്ററിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇച്ചിരി അപ്പക്കാരം എന്ന് പറയും നമ്മളൊക്കെ. ഇപ്പം സോഡാപ്പൊടി അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ മിക്സിങ് നല്ല ലെവലിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ബീറ്ററിൽ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല അപ്പം ഞാൻ ഗ്യാസൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് വെച്ചാൽ ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ നമ്മളെ പാത്രം വയ്ക്കുന്നത്. അപ്പം ഈ പാത്രം വെച്ചതിന് ഇത് വയ്ക്കുന്നത് എന്തിനാ വെച്ചാൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ലോ ലെവലിൽ വേണം നമ്മളെപ്പോഴും ഇത് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ നെയ്യ് ആദ്യം ഒഴിക്കണം. അപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം നെയ്യ് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ വശത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുഴറ്റി കൊടുക്കുന്നത് നല്ലത്. വെച്ചിട്ട് നമ്മൾ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് എന്തെങ്കിലും എടുത്ത് നമുക്ക് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു വെയിറ്റ് ഇത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മളെ കേക്ക് എങ്ങനെ റെഡി ആയെന്ന്. അപ്പോൾ നമ്മളെ കേക്കെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇത് കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നും അവിടെ നിന്നും വാങ്ങിച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി നമ്മൾ മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല രുചികരമായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് ചെയ്യണം.